ശരീരത്തിൻ്റെ ആരോഗ്യം മോശമാകുന്നതിലും അപകടകരമാണ് മനസ്സിൻ്റെ പിടിവിട്ടു പോകുന്ന അവസ്ഥ. അങ്ങനെയുള്ളവരെ ഈ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കുന്ന ശ്രമകരമായ ജോലിയാണ് സൈക്കാട്രിസ്റ്റുകൾ ചെയ്യുന്നത്. ഇപ്പോഴിതാ ഇസ്രയേലിൻ്റെ മണ്ണിൽ നിന്നും ഡസൻ കണക്കിന് സൈക്കാട്രിസ്റ്റുകളാണ് ബ്രിട്ടനിലേക്ക് കുടിയേറുന്നത്. ഗാസ യുദ്ധം മൂലം ഇസ്രയേലിലുള്ളവരുടെ മാനസികാരോഗ്യ നില വഷളായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവരെ ചികിത്സിക്കേണ്ട സൈക്കാട്രിസ്റ്റുകൾ നെതന്യാഹുവിനെ സഹിക്കാൻ വയ്യാതെ രാജ്യം വിടുവാൻ നിർബന്ധിതരാകുന്നത്. ഒരു യുദ്ധത്തിൻ്റെ ബാക്കിപത്രം എന്താണ്? കുറെ പേരെ കൂട്ടത്തോടെ കൊന്നൊടുക്കുന്നു. രണ്ട് ഭാഗത്തും മരണങ്ങളുണ്ടാകും. ആക്രമണത്തിൽ മാനസികമായും ശാരീരികമായും വളരെ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നവർ ശേഷമുള്ള ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന ആ മാനസിക സംഘർഷങ്ങളെപ്പറ്റി ഒരുപക്ഷെ നമുക്ക് ചിന്തിക്കുവാൻ പോലും കഴിഞ്ഞെന്ന് വരില്ല. ഒരു യുദ്ധത്തിൻ്റെ ബാക്കിപത്രമായി മരിച്ചവന് തുല്യം ജീവിക്കേണ്ടി വരുന്ന കുറേയധികം ആത്മാക്കൾ, ജീവിത പങ്കാളിയോ മക്കളോ അമ്മയോ അച്ഛനോ സുഹൃത്തോ ഒക്കെ കൺമുന്നിൽ പിടഞ്ഞു മരിക്കുന്നത് നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വരുന്നവരുടെ ശേഷമുള്ള ജീവിതം എങ്ങനെയാണെന്നറിയാമോ? മനസ്സ് കൈവിട്ടു പോകുന്ന അവർക്ക് കൈത്താങ്ങാവുവാൻ പറ്റുന്നത് അവരെ കേൾക്കുവാൻ തയ്യാറാകുന്ന സൈക്കാട്രിസ്റ്റുകൾക്ക് മാത്രമായിരിക്കും. ഇപ്പോഴിതാ നെതന്യാഹുവിൻ്റെ പീഡനം മൂലം അവരുടെ മാനസികാരോഗ്യ നില തകരുന്ന ദുരവസ്ഥയാണ്. ഇസ്രയേലിൽ രക്ഷയില്ലാതെ അവർ മറ്റ് രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യുമ്പോൾ അവരുടെ സേവനം ആവശ്യമുള്ള യുദ്ധം മൂലം മനസ്സ് തകർന്നവർ എന്തു ചെയ്യും? അവരിതൊക്കെ ആരോടെങ്കിലും ഒന്ന് പറയണ്ടേ? ആരോട് പറയാനാണ്? ഇസ്രയേലിലെ മാനസികാരോഗ്യ കേന്ദ്രങ്ങളുടെ തലവന്മാർ കഴിഞ്ഞയാഴ്ച സ്റ്റേറ്റ് കൺട്രോളർക്ക് ഒരു കത്തയച്ചു. ഇസ്രയേലിൻ്റെ മാനസികാരോഗ്യ സംവിധാനം സമ്പൂർണ്ണ തകർച്ചയുടെ വക്കിലാണെന്നാണ് ആ കത്തിലെ മുന്നറിയിപ്പ്. ഇസ്രയേൽ സർക്കാരിൻ്റെ തലതിരിഞ്ഞ അപ്രായോഗികപരമായ ജുഡീഷ്യൽ പരിഷ്കാരങ്ങളിൽ മനം മടുത്ത് യുദ്ധത്തിന് മുമ്പ് തന്നെ നിരവധി സൈക്കാട്രിസ്റ്റുകൾ രാജ്യം വിടുവാൻ ആരംഭിച്ചിരുന്നു. ഒരു രാജ്യത്തിൻ്റെ തകർച്ചയുടെ തുടക്കം എങ്ങനെയാണെന്നറിയുമോ? ആ രാജ്യത്തിൽ ഫാസിസ്റ്റ് സ്വഭാവമുള്ള ഭരണാധികാരി അധികാരത്തിൽ വരികയും തല തിരിഞ്ഞ പരിഷ്കാരങ്ങൾ കൊണ്ടുവരികയും ചെയ്യുമ്പോൾ ആ രാജ്യത്തെ പ്രമുഖരായിട്ടുള്ള ഒരു വിഭാഗങ്ങൾ അവിടെ വിട്ടുപോകുന്നതാണ് ആ തകർച്ചയുടെ ആരംഭം. ഈ യുദ്ധം രക്ഷിച്ചിരിക്കുന്നത് മറ്റാരെയുമല്ല, അത് സാക്ഷാൽ ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനെ തന്നെയാണ്. യുദ്ധത്തിന് മുമ്പ് കടുത്ത ഭരണവിരുദ്ധ വികാരത്താൽ പിടിച്ചു നിൽക്കുവാൻ പെടാപ്പാടുപെട്ട നെതന്യാഹുവിന് ഇപ്പോൾ യുദ്ധം മൂലം ജീവവായു കിട്ടിയ അവസ്ഥയാണ്. നഷ്ടപ്പെടുന്നതെല്ലാം ഒരു തെറ്റും ചെയ്യാത്ത സിവിലിയന്മാർക്ക് മാത്രമാണ്. സമീപ മാസങ്ങളിൽ ഇസ്രയേലിലെ നിരവധി സൈക്കാട്രിസ്റ്റുകളാണ് ബ്രിട്ടനിൽ പ്രാക്ടീസ് ചെയ്യുവാനുള്ള ലൈസൻസിംഗ് പരീക്ഷ എഴുതിയത്. ഇതിൽ 12 പേർ തങ്ങൾ ഇസ്രയേൽ വിടുകയാണെന്നും ഇവിടെ ജീവിക്കുവാൻ കഴിയാത്ത അവസ്ഥയാണെന്നും തുറന്നു പറയുന്നു. ഇവർ കൂടുതൽ പണം സമ്പാദിക്കാനോ മെച്ചപ്പെട്ട ജീവിത നിലവാരം തേടിയോ പോകുന്നവരല്ല, മറിച്ച് ഭാരിച്ച ജോലിഭാരവും ഭരണകൂട ഭീകരതയും സഹിക്കവയ്യാതെയാണ് ഗത്യന്തരമില്ലാതെ ഇസ്രയേലിലെ സൈക്കാട്രിസ്റ്റുകൾ രാജ്യം വിടുന്നത്. ബ്രിട്ടനിലെ മാനസികാരോഗ്യ സംവിധാനങ്ങളും തൊഴിൽ മേഖലയും ഇസ്രയേലിനെ അപേക്ഷിച്ച് വളരെ മെച്ചപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഈ സൈക്കാട്രിസ്റ്റുകൾ കൂട്ടത്തോടെ അങ്ങോട്ടേക്ക് പോകുന്നതും. ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ 1 വർഷം മുമ്പുള്ള കണക്കു പ്രകാരം ഇസ്രയേലിലെ മനോരോഗ വിദഗ്ധരുടെ എണ്ണം 19% കുറഞ്ഞത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹെൽത്ത് സർവീസസ് ആൻഡ് ഹെൽത്ത് പോളിസി റിസർച്ച് പ്രകാരം ഇസ്രയേലിൽ 11,705 പേർക്ക് ഒരു മനോരോഗ വിദഗ്ധൻ എന്നാണ് കണക്ക്. ഈ സിസ്റ്റത്തിൽ 400 മനോരോഗ വിദഗ്ധരുടെ കുറവാണ് ഇപ്പോഴുള്ളതെന്ന് പറയുന്നത് മെന്റൽ ഹെൽത്ത് സെന്റർ ഡയറക്ടേഴ്സ് ഫോറം തലവനാണ്. ഇപ്പോൾ ജോലി ചെയ്യുന്നവരിൽ പലരും വരും വർഷങ്ങളിൽ വിരമിക്കുന്നതോടെ ഈ പ്രതിസന്ധി ഇരട്ടിയായി മാറും. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഇപ്പോഴുള്ള സൈക്കാട്രിസ്റ്റുകളുടെ കുറവ് അതിൻ്റെ ഇരട്ടിയായി വർദ്ധിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ 2021 കണക്കുകൾ പ്രകാരം 63% സൈക്കാട്രിസ്റ്റുകളും 55 വയസ്സിന് മുകളിലുള്ളവരാണ്. ഇതിൽ 29% 55-നും 67-നും ഇടയിൽ പ്രായമുള്ളവരും 19% 67-നും 74-നും ഇടയിൽ പ്രായമുള്ളവരും 15% 74-ന് മുകളിൽ പ്രായമുള്ളവരുമാണ്. ഒക്ടോബർ 7 ഹമാസിന്റെ അപ്രതീക്ഷിത ആക്രമണത്തിന് ശേഷം മാനസിക നില തകരാറിലായ നിരവധി പേരാണ് ഇസ്രയേലിലുള്ളത്. യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ മാനസിക രോഗ വിദഗ്ധരുടെ സേവനം ആവശ്യമുള്ളവർ ഇപ്പോൾ ഇസ്രയേലിൽ വൻതോതിൽ വർദ്ധിച്ചു വരികയാണ്. ഏകദേശം 3 ലക്ഷത്തിലധികം പേർക്കാണ് യുദ്ധം മൂലം മാനസിക ചികിത്സ അത്യാവശ്യമായി വേണ്ടത്. ഇതിൻ്റെ എല്ലാം കാരണം ഭരണകൂട ഭീകരത മാത്രമാണ്. അനാവശ്യമായ യുദ്ധങ്ങൾ, ക്രൂരമായി കൊല ചെയ്യപ്പെടുന്ന സാധാരണക്കാർ, മാനസിക നില തെറ്റി
മരിച്ചവന് തുല്യം ശിഷ്ടജീവിതം ജീവിച്ചു തീർക്കുന്ന പാവപ്പെട്ടവർ. ഈ ഭൂമിയിൽ ജനിച്ചു പോയി എന്നൊരു തെറ്റ് മാത്രമാണ് അവർ ചെയ്തത്. തങ്ങളുടെ താല്പര്യങ്ങൾക്കും അധികാരത്തിനും മണ്ണിനും വേണ്ടി യുദ്ധം പ്രഖ്യാപിക്കുന്ന ഈ ഭരണം മറന്നുപോകുന്ന നെതന്യാഹുവിനെ പോലെയുള്ള വളരെ ക്രൂരന്മാരായ ഭരണാധികാരികൾക്ക് കാലമൊരിക്കലും മാപ്പ് കൊടുക്കില്ല.